പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമടയിൽ പ്രവർത്തിച്ചിരുന്ന കൊക്കക്കോള കമ്പനി പരിസരത്ത് നിരവധി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ സമരം തുടങ്ങിയത്. സമരത്തെ തുടർന്ന് കോള കമ്പനി അടച്ചുപൂട്ടി. തുടർന്ന് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ പഠനം നടത്തി. പ്ലാച്ചിമടക്കാർക്ക് കമ്പനി 216.26 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കമ്മിറ്റി സർക്കാരിനോട് ശുപാർശ ചെയ്തു. 2011 ഫെബ്രുവരി 24-ന് പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയിരുന്നു. തുടർന്ന് രാഷ്ട്രപതിയുടെ അനുമതിക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു. എന്നാൽ ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ ബിൽ രാഷ്ട്രപതിക്ക് അയച്ചില്ല. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ വികാരവുമാണ് ആ ബില്ല് പ്രതിനിധീകരിക്കുന്നത്. അത് വെച്ച് താമസിപ്പിക്കുന്നതിന് യാതൊരു നീതീകരണവുമില്ല. അത് കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിലെ നിയമസഭയോട് ചെയ്യുന്ന ഒരു അവഹേളനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിൽ നടപ്പാക്കുന്നതുവരെ നിരാഹാര സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. സമരസമിതി പ്രവർത്തക ശാന്തി, ഐക്യദാർഢ്യ സമിതി നേതാവ് അഡ്വക്കേറ്റ് കെ വി ബിജു, ജില്ലാ കൺവീനർ ലുക്മാനുൽ ഹക്കീം എന്നിവരാണ് ആദ്യഘട്ടത്തിൽ നിരാഹാരമിരിക്കുക. രണ്ടാം ഘട്ടത്തിൽ VC കബീർ മാസ്റ്ററും സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാലും സമരത്തിൽ പങ്കെടുക്കും. ആദിവാസികളടക്കം നിരവധി പേരാണ് സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കാനെത്തിയത്. മീഡിയ 1 പാലക്കാട്.